ഹായ് ഫ്രണ്ട്സ്, ഇനി വരുന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന ഭാഗത്ത് നിന്നും വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നീ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. GKയും കറണ്ട് അഫയേഴ്സും ആണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗം, അതുപോലെ തന്നെ സയൻസ്. അപ്പോൾ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന ഈ ഒരു ഭാഗത്ത് വരാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. കൂടുതൽ ചോദ്യങ്ങൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇതൊരു കേരള റിനൈസൻസുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഏത് മാസികയുടെ ആപ്തവാക്യമായിരുന്നു യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഗണിച്ചതിൽ ലഭിച്ചതില്ല എന്നും ലോക വിജ്ഞാന രാശിയിൽ? ഇത് ഏത് മാസികയുടെ ആപ്തവാക്യമായിരുന്നു? ഉത്തരം യുക്തിവാദി. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. യുക്തിവാദി മാസികയുടെ ആപ്തവാക്യമാണ് യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഗണിച്ചതിൽ ലഭിച്ചതില്ല എന്നും ലോകവിജ്ഞാന രാശിയിൽ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇതും കേരള റിനൈസൻസുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ളതാണ്. മുതുകുളം പ്രസംഗം നടത്തിയതാരും? മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. അടുത്ത ചോദ്യം നോക്കാം. നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമ ഉദ്ഘാടനം ചെയ്തതെവിടെ? കറണ്ട് അഫയേഴ്സിൽ നിന്നും വരാൻ സാധ്യതയുള്ളതാണ്. നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമ ഉദ്ഘാടനം ചെയ്തത് മുംബൈയിലാണ്. നാലാമത്തെ ചോദ്യം. കേരള സർക്കാരിൻ്റെ പബ്ലിക് റിലേഷൻ വകുപ്പ് ആരംഭിച്ച ഇൻ്റർനെറ്റ് റേഡിയോ? കേരള സർക്കാരിൻ്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ആരംഭിച്ച ഇൻ്റർനെറ്റ് റേഡിയോയുടെ പേരാണ് റേഡിയോ കേരള. റേഡിയോ കേരളയാണ് പബ്ലിക് റിലേഷൻ വകുപ്പ് ആരംഭിച്ച ഇൻ്റർനെറ്റ് റേഡിയോ. അടുത്ത ചോദ്യം. 2019 ISRO വിക്ഷേപിച്ച ചാര ഉപഗ്രഹം ഏത്? 2019 ISRO വിക്ഷേപിച്ച ചാര ഉപഗ്രഹം ഏത്? ഉത്തരം എമിസാറ്റ്. എമിസാറ്റാണ് 2019 ISRO വിക്ഷേപിച്ചത്. ശത്രു രാജ്യങ്ങളുടെ റഡാറിലെ വിവരങ്ങൾ ചോർത്താൻ ISRO വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എമിസാറ്റ്. ആറാമത്തെ ചോദ്യം. 2020 ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത മധുബൻ ഗുജാർ ഏതിനം പച്ചക്കറിയുടെ പോഷക സമൃദ്ധമായ ഇനമാണ്? 2020 ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത മധുബൻ ഗുജാർ ഏതിനം പച്ചക്കറിയുടെ പോഷക സമൃദ്ധമായ ഇനം? ഉത്തരം ക്യാരറ്റ്. ക്യാരറ്റിൻ്റെ ഒരു പോഷക സമൃദ്ധമായ ഇനത്തിൻ്റെ പേരാണ് മധുബൻ ഗുജാർ. 2020 ഇത് വികസിപ്പിച്ചെടുത്തത്. ഇതിനു മുൻപ് ഈ ഒരു കാർഷിക വിളകളും അതിൻ്റെ ആ ഒരു ഇനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ലാസ്റ്റ് നടന്ന VEO എക്സാമിന് കാസർഗോഡ് ജില്ലയുടെ VEO എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആനക്കൊമ്പൻ ഏത് വിളയുടെ ഇനമാണ് എന്നത് ആനക്കൊമ്പൻ. അതേപോലെ തന്നെ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ 2020 വികസിപ്പിച്ചെടുത്തത് കൊണ്ട് ഇത് ഇനി വരാൻ സാധ്യതയുണ്ട്. മധുബൻ ഗുജാറാണ് ഇത് ക്യാരറ്റിൻ്റെ പോഷക സമൃദ്ധമായ ഇനം. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ GDPയുടെ എത്ര ശതമാനം വരുന്ന തുകയാണ് ആത്മനിർഭർ ഭാരത് അഭിയാന് നീക്കിവെച്ചത്? ഇന്ത്യയുടെ GDPയുടെ എത്ര ശതമാനം വരുന്ന തുകയാണ് ആത്മനിർഭർ ഭാരത് അഭിയാന് നീക്കിവെച്ചത്? ഉത്തരം 10%. 10% ആത്മനിർഭർ ഭാരത് അഭിയാന് വേണ്ടി മാറ്റിവെച്ചത്. കോവിഡാനന്തരം സംഭവിച്ച സാമ്പത്തിക പ്രതിസന്ധി മാറാൻ കൊണ്ടുവന്നതാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ. ഇതിനുവേണ്ടി ഇന്ത്യൻ GDPയുടെ 10% നീക്കിവെച്ചത്. അടുത്ത ചോദ്യം. നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്ര? നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8 ആണ്. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി സ്റ്റേറ്റ് ഹെൽത്ത് രജിസ്റ്റർ തയ്യാറാക്കുന്ന സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായി സ്റ്റേറ്റ് ഹെൽത്ത് രജിസ്റ്റർ തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കർണാടകം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ കുഞ്ഞൻ ട്രെയിൻ ഉദ്ഘാടനം ചെയ്തത് എവിടെ? സൗരോർജ കുഞ്ഞൻ ട്രെയിൻ ഉദ്ഘാടനം ചെയ്തത് വേളിയാണ്. കേരളത്തിലെ വേളി വില്ലേജിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൗരോർജ കുഞ്ഞൻ ട്രെയിൻ, അതായത് മിനിയേച്ചർ ട്രെയിനാണ്. ടൂറിസത്തിനും മറ്റുമായി ആരംഭിച്ച ഈ ഒരു സൗരോർജ കുഞ്ഞൻ ട്രെയിൻ, മിനിയേച്ചർ ട്രെയിൻ ആരംഭിച്ചത് വേളി വില്ലേജിലാണ്, കേരളത്തിലെ വേളി വില്ലേജിൽ. പിണറായി വിജയനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇത്രയാണ് പ്രധാനപ്പെട്ട GKയും കറണ്ട് അഫയേഴ്സും ചേർന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. 10 ക്വസ്റ്റ്യൻസ്.
എല്ലാ ക്വസ്റ്റ്യൻസും ഒരുപോലെ പഠിച്ചു വെക്കുക. പഠിച്ച ഭാഗങ്ങൾ കറക്റ്റായി ഓർത്ത് വയ്ക്കുക എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ ക്ലാസ്സുകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.